അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസിനെയും സർക്കാരിനെയും കുടഞ്ഞ ഹൈക്കോടതി. പോലീസും ഡോക്ടർ റാമും ഒത്തുകളിച്ചുവെന്നും പണത്തിനു മേലെ പരുന്തും പറക്കില്ലെന്നും കോടതി വിമർശിച്ചു. മുഖ്യപ്രതിയായ ഡോക്ടർ എം.കെ. റാമിനെ അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ച പോലീസിന്റെ നടപടിയിലാണ് കോടതിയുടെ അതിരൂക്ഷ വിമർശനം. പാവപ്പെട്ടവരെ ഉപദ്രവിക്കുകയും സ്വാധീനമുള്ളവരെ രക്ഷിക്കുകയും ചെയ്യുന്ന സംസ്ഥാനത്തെ പോലീസ് സംവിധാനം പൂർണ്ണ പരാജയമെന്നും കോടതി കടുപ്പിച്ചു. കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇന്ന് പറഞ്ഞു. പണമുള്ളവർക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല. ഡോക്ടർ എം.കെ. റാം കീഴടങ്ങാൻ പോലീസ് കാത്തിരുന്നു. പ്രതി നൽകിയ പണത്തിന് ആഹാരവും കഴിച്ച് നടക്കുകയാണ് പോലീസ്. ഒടുവിൽ പ്രതിക്ക് രക്ഷപ്പെടാനായി നടപടിക്രമങ്ങൾ പാലിക്കാതെ പേരിനൊരു അറസ്റ്റും നടത്തി. സ്വാധീനമുള്ളവരെ പോലീസ് രക്ഷിക്കും, പാവപ്പെട്ടവരെ ഉപദ്രവിക്കും. റാമിനെ രക്ഷപ്പെടാൻ സഹായിച്ച ഡിവൈഎസ്പി തികച്ചും കഴിവുകെട്ട ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതിൽ കോടതി പോലീസിനും സർക്കാരിനുമെതിരെ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു. സംസ്ഥാനത്ത് എന്താണ് ഈ നടക്കുന്നത്? എന്തിനാണ് ഇവിടെ പോലീസ്? ഈ സംവിധാനം പൂർണ്ണ പരാജയമാണ്. ജനങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോഴും വിട്ടയക്കുമ്പോഴും പാലിക്കേണ്ട അടിസ്ഥാന നടപടിക്രമങ്ങൾ എന്തുകൊണ്ട് പാലിച്ചില്ല? ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇത്തരം നിയമവശങ്ങൾ അറിയില്ലേ? കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പങ്കുള്ള വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിൽ അന്വേഷണം നടത്തണം. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെയും പ്രതിഭാഗം അഭിഭാഷകരുടെയും ഫോൺ രേഖകൾ വിശദമായി പരിശോധിക്കണം. അല്ലാത്ത പക്ഷം കോടതിക്ക് നേരിട്ട് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരും. സംസ്ഥാന സർക്കാരിന്റെയും പോലീസ് സംവിധാനത്തിന്റെയും പൂർണ്ണ പരാജയമാണ് ഈ കേസിൽ കാണാൻ കഴിയുന്നതെന്നും കോടതി വ്യക്തമാക്കി. കേസിന്റെ രേഖകൾ ഹാജരാക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് നിർദ്ദേശം നൽകി. അറസ്റ്റ് നടപടിക്രമങ്ങളിലെ പോലീസ് വീഴ്ച കടുത്ത അശ്രദ്ധയുടെ ഫലമെന്ന് നിതിൻ രാജിന്റെ കുടുംബം ഹൈക്കോടതിയിൽ പറഞ്ഞു. കേസിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തി. പോലീസിന് വീഴ്ചയുണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടെന്നും ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. അത് വീഴ്ച സംഭവിച്ചു എന്ന് പ്രാഥമികമായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണ സംഘത്തെ മാറ്റിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് അന്വേഷിക്കാനുള്ള ചുമതലയായിട്ടുണ്ട്. ആർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കും. ഞാൻ ആഭ്യന്തരമന്ത്രിയുമായിട്ട് ആ വിഷയം സംസാരിച്ചിരുന്നു. DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ കർശന നടപടിയെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഏതെങ്കിലും ഉദ്യോഗസ്ഥന് അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കാൻ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ച് നടപടി വേണമെങ്കിൽ തീർച്ചയായും നടപടി ഉണ്ടാകും. ആദ്യം മുതൽ തന്നെ ഈ കേസിനകത്ത് ഞങ്ങൾ പോലീസ് ഇരയോടൊപ്പമാണ്. ഇതിനിടെ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത പുതിയ സംഘം കണ്ണൂരിലെത്തി. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രൻ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ണൂരിലെത്തി അന്വേഷണം ഏറ്റെടുത്തത്. ഡിവൈഎസ്പി ജീവൻ ജോർജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് നിതിൻ രാജിന്റെ കുടുംബം പറഞ്ഞതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് പുതിയ സംഘത്തെ രൂപീകരിച്ചത്. നിലവിൽ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി പുതിയ സംഘം കൂടിക്കാഴ്ച നടത്തി. ഒരു പുതിയ ടീം നോക്കുന്ന സ്ഥിതിക്ക് ആദ്യം എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല, അതിന് പുറമെ മറ്റ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കും. എന്തെങ്കിലും അവർക്ക് ഫർദറായിട്ട് എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തും. കഴിഞ്ഞ ഏപ്രിൽ 10-നാണ് 1ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജ് കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചത്. അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് നിതിൻ ജീവനൊടുക്കിയതെന്നാണ് കേസ്. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.